ആർച്ച് പാലത്തിലൂടെ ഇനി ട്രെയിനുകൾ കൂകിപ്പായും. കശ്മീരിലെ ചെനാബ് റെയിൽ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ഐഫൽ ടവറിനേക്കാൾ ഉയരമുള്ളതാണ് ചെനാബ് ആർച്ച് പാലം. വികസനവും സമാധാനവും തകർക്കാൻ ശ്രമിച്ച പാകിസ്ഥാനുള്ള സന്ദേശം കൂടിയാണിത്. പ്രത്യേകത ഉള്ളതാണ് ചെനാബ് റെയിൽ പാലം. അതെന്തൊക്കെയാണെന്ന് വിജി ജോസ് പറഞ്ഞത്. പാരീസിലെ ഈഫൽ ടവറിനേക്കാളും ഡൽഹിയിലെ കുത്തബ് മിനാറിനേക്കാളും ഉയരം. ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കുമിടയിൽ ചെനാബ് നദിക്ക് കുറുകെ 130 വർഷമായി കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. ചെനാബ് ആർച്ച് റെയിൽ ബ്രിഡ്ജ് 179 അടി. ചെനാബ് നദിയിൽ നിന്നും പാലത്തിലേക്ക് 359 മീറ്റർ ഉയരം. 10,619 മെട്രിക് ടൺ ഭാരമുള്ള 467 മീറ്റർ നീളമുള്ള കമാനം. ആകെ നീളം 1315 മീറ്റർ. താങ്ങി നിർത്താൻ 28,660 മെട്രിക് ടൺ. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള സെഷന്റെ ഭാഗമായ ഖത്രയ്ക്കും ബനിഹാലിനും ഇടയിലെ 111 കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പാലം. ചിലവ് 1486 കോടി. 2004 നിർമ്മാണം ആരംഭിച്ചു. രാജ്യത്ത് ആദ്യമായി നിർമ്മിക്കുന്ന സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജ്. ആഴമേറിയ ചെനാബ് നദിക്ക് മുകളിലൂടെ വീശുന്ന 260 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റും റിക്ടർ സ്കെയിലിൽ 8 കിടക്കുന്ന നിർമ്മാണം. 633 mm കട്ടിയുള്ള പ്രത്യേക ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീലിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപകട സാഹചര്യത്തിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി ഓൺലൈൻ നിരീക്ഷണ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇനി സൈനിക ആയുധ നീക്കം ഏത് കാലാവസ്ഥയിലും സാധ്യമാകും. ലഡാക്ക് അതിർത്തിയിലെ സൈനിക നീക്കം എളുപ്പമാകും. പീർപ്പഞ്ചൽ സഞ്ചാരം സുഗമമാക്കും. ഇതോടെ സംഘർഷ മേഖലകൾ മറ്റു പ്രദേശങ്ങളോട് കൂടുതൽ അടുക്കുകയാണ്. പാക് ആക്രമണത്തോടെ തകർന്ന് വിനോദസഞ്ചാര മേഖലയ്ക്ക് പാലം ഉണർവ് നൽകും. ഇത് സാധ്യമായതിനു പിന്നിൽ ദശാബ്ദങ്ങളുടെ പ്രയത്നമുണ്ട്. ഉത്തര റെയിൽവേ പദ്ധതി പ്രഖ്യാപിച്ചത് 2002-ലായിരുന്നു. വാജ്പേയി സർക്കാർ വലിയ പിന്തുണ നൽകിയെങ്കിലും കാര്യങ്ങൾ എളുപ്പമല്ലായിരുന്നു. ചെനാബ് പാലത്തിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങാൻ 2 വർഷം പിന്നെയും എടുത്തു. 2017 നിർമ്മാണം പുനരാരംഭിച്ചു. 2019 പൂർത്തിയാക്കാൻ ശ്രമിച്ചു. 2018 കോവിഡ് വില്ലനായി. കഴിഞ്ഞ ഏപ്രിൽ 19 പ്രധാനമന്ത്രി ഖത്ര സംഗൽദാൽ പാത ഉദ്ഘാടനം ചെയ്യാനിരുന്നെങ്കിലും അവസാന നിമിഷം റദ്ദാക്കി. സർക്കാർ മറച്ചുവെച്ച ഭീകരാക്രമണ സാധ്യത സംബന്ധിച്ച ഇന്റലിജൻസ് വിവരത്തെ തുടർന്നാണ് ഉദ്ഘാടനം മാറ്റിയതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അപ്പോൾ അതാണ് ചെനാബ് പാലത്തിന്റെ പ്രത്യേകതകൾ.